പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി കാടുകൾ. ഇവിടെ ഒരു ദിവസം കൊണ്ട് എന്തൊക്കെ കാണാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ. പാലക്കാട് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് യാത്ര തുടങ്ങാം. സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ നെല്ലിയാമ്പതിയിൽ സ്റ്റേ ചെയ്യണം. കാരണം പാലക്കാട് നിന്ന് നെല്ലിയാമ്പതി വരെ നല്ല ദൂരമുണ്ട്. ഒരു ബജറ്റ് ട്രാവൽ ആണെങ്കിൽ രാവിലെ പാലക്കാട് നിന്ന് ഒരു ആനവണ്ടിയുണ്ട്. പോകുന്ന വഴിയിൽ ഈ പോത്തുണ്ടി ഡാം കാണാം. ഒരു എർത്ത് ഡാമാണിത്. ഇതിനടുത്താണ് ഈ നെന്മാറ വേലയൊക്കെ നടക്കുന്നത്. നമ്മൾ 2 മണിക്ക് മുമ്പ് ഈ ചെക്ക് പോസ്റ്റ് കടക്കണം. അത് കഴിഞ്ഞാൽ അവർ കടത്തി വിടത്തില്ല. അല്ലെങ്കിൽ അവിടെ സ്റ്റേ ഉണ്ടെങ്കിൽ മാത്രമേ കടത്തി വിടത്തുള്ളൂ. ഈ ഒരു യാത്ര കാട്ടിൽ കൂടിയുള്ള യാത്രയാണ്. ഒരു ആനയൊക്കെ കാണാൻ സാധ്യതയുള്ള ഒരു കാടാണ്. നെന്മാറ കട്ട് ചെയ്താണ് നെല്ലിയാമ്പതിലേക്ക് പോകുന്നത്. നമ്മളീ പോകുന്ന വഴിയിൽ സിംഹവാലൻ കുരങ്ങളെയൊക്കെ കാണാൻ സാധ്യതയുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. നെല്ലിയാമ്പതി ടൗൺ എത്തിയാൽ ഇതിനടുത്ത് തന്നെ ഒരു ഓറഞ്ച് ഫാം കാണാം. ആന ഇറങ്ങാൻ സാധ്യതയുള്ള കുറേ പ്രദേശം ആയതുകൊണ്ട് ബൈക്ക് യാത്ര കുറച്ച് റിസ്ക് ആണ്. നമ്മുടെ ബെസ്റ്റ് ഓപ്ഷൻ ഒരു കാറിൽ പോകുന്നതായിരിക്കും. ടൗണിലെത്തിയാൽ ഉൾക്കാട്ടിലേക്ക് ജീപ്പ് സവാരി നടത്തുന്ന കുറച്ച് ആൾക്കാർ നമ്മളെ സമീപിക്കും. നമുക്ക് വേഴാമ്പലിനെയൊക്കെ കാണണമെങ്കിൽ ആ ഒരു സവാരിക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഈ ഓറഞ്ച് ഫാമിൽ കാഴ്ചകൾ കണ്ടിട്ട് സീതാർകുണ്ട് വ്യൂ പോയിന്റിലോട്ട് പോകാം. പോകുന്ന വഴിയിൽ ഈ ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ നടന്നു ചെല്ലുന്നത് സീതാർകുണ്ട് വ്യൂ പോയിന്റിലാണ്. നമ്മൾ കൊല്ലങ്കോട്ട് പോയാൽ കാണുന്ന സീതാർകുണ്ട് വെള്ളച്ചാട്ടം ഇവിടെ നിന്ന് കാണാൻ പറ്റും. സീതാർകുണ്ട് വ്യൂ പോയിന്റ് കണ്ടിട്ട് നമുക്ക് പോപ്സ് എസ്റ്റേറ്റിൽ ഇതിനടുത്ത് തന്നെ അവിടെ കറങ്ങി നടക്കാം. പോപ്സ് എസ്റ്റേറ്റ് കണ്ടിട്ട് ലില്ലി എസ്റ്റേറ്റിലേക്ക് പോകും. നല്ല വ്യൂസ് ആണ് ലില്ലി എസ്റ്റേറ്റിൽ.
ഈ ഒരു കാഴ്ച കണ്ട് നേരെ കേശവൻ പാറയിലേക്ക് പോകാം. ഇതിനടുത്ത് തന്നെ AVTയുടെ ഒരു ടീ ഫാക്ടറി ഉണ്ട്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. നടന്ന് ഈ കുന്ന് കയറി മുകളിലോട്ട് പോകുക. അവിടെ നിന്ന് സ്റ്റണ്ണിങ് വ്യൂ പോയിന്റ് ആണ്. കേശവൻ പാറ കണ്ടിട്ട് നമ്മൾ തിരിച്ച് പാലക്കാട്ടേക്ക് പോവുകയാണ്.